നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു വീടുണ്ട്. നമ്മളിപ്പോൾ താമസിക്കുന്നതല്ല, അല്ലാതെ നമ്മൾ വേറൊരു കുഞ്ഞു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി വലിപ്പമുള്ളൊന്നും വീടൊന്നുമല്ല, നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ചൊരു പെരയാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ കാണിച്ചു തരാൻ നോർത്താണ് വന്നേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പറമ്പിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ പറമ്പ്. അതെന്ന് വെച്ചാൽ ഒത്തിരി ഏലത്തോട്ടം എന്തൊരു സ്ഥലം ഉണ്ട് കേട്ടെ. ഇതൊരു 8 സെന്റ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു പെര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലിയ പൈസ മുടക്കി ഒരു കുഞ്ഞു പെര. ഇപ്പൊ ഒരു ഫാമിലിക്ക് താമസിക്കാം. അച്ഛനും അമ്മയും 2 പിള്ളേരും അത്രേ പറ്റത്തുള്ളൂ. 2 മുറി ബാത്റൂം അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് പുറമേ നോക്കുമ്പോഴത്തേക്ക് അയ്യോ ഇതൊരു ഷെഡാണെന്ന് തോന്നും. പക്ഷെ അകത്ത് കയറി അങ്ങനെ ഭയങ്കര വിജിലംബിച്ച ഒരു സ്ഥലമായിട്ട് തോന്നും. അടിപൊളിയായിട്ടുള്ള സ്ഥലം. കാരണം വീട് വെച്ചപ്പോഴത്തേക്ക് അങ്ങനെ വെച്ച നമ്മൾ വാടകയ്ക്ക് ഏലവും മരങ്ങളും മൊത്തം ഇത് കണ്ടോ, ഏലമാണ്. നമ്മുടെ തണുപ്പാണ്. പിന്നെ തന്നെ തൊട്ട് പുറമെന്ന് പറയുന്നത് തോടാ. അപ്പത്തേക്ക് അതിൻ്റെതായ തണുപ്പും പിന്നെ നല്ല മഴയൊക്കെയാണ്. ഇവിടെ ഒന്നും കേൾക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ അതുപോലെ വെള്ളമായിരിക്കും. ഏലമാണ് കേട്ടോ. അതെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഏലക്കയൊക്കെ എടുത്തിട്ട് നിൽക്കും. അപ്പം നമ്മൾ കേൾക്കത്തില്ല കേട്ടോ. മിനിഞ്ഞാന്നാണ് നമ്മൾ കായ എടുത്തത്. അതുകൊണ്ട് ശരം മാത്രമേ ഉള്ളൂ, കായ ഒന്നുമില്ല. ണ്ടോ. അപ്പൊ നമ്മളിത് പക്ഷെ ഭയങ്കര തണുപ്പല്ലേ ഇവിടെ. നല്ല തണുപ്പാ. 2 കരിക്കുണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഈ പടുത കെട്ടിക്കുന്നുണ്ടോ ഒരു നീലവെട്ടം അല്ലേ സുമ്പു. ഇതുണ്ട്, ഇത് പ്രദേശം തോടാ. ഇത് അവിടെ ആ വാഴയൊക്കെ കാണുന്നതാണ് തോട്. നമ്മുടെ സ്ഥലം കേട്ടോ. ഇത് താഴോട്ടൊക്കെ നമ്മുടെ സ്ഥലം തന്നെയാണ്. അങ്ങോട്ടും അതെ, ഇപ്പുറത്ത് വേറെ പറമ്പുകാരെ. ഇവിടെ മൊത്തം ഏലം. അപ്പുറത്തേക്ക് ഇപ്പുറത്തോട്ടൊക്കെ ഏലം തന്നെയാ. ഇപ്പം കാഴ്ച കഴിഞ്ഞിട്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഒത്തിരിയൊന്നും ഇല്ല, എന്നാലും നമുക്കുള്ള അത്രയും ഏലം വെച്ചേക്കും. അപ്പൊ എന്താ ഈ ഷീറ്റ് നമ്മൾ സെക്കൻഡ് ഷീറ്റ് മേടിച്ചതാണ്. ഇതിന് അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞാലും പുതിയത് തന്നെ സാധനം, സെക്കൻഡ് ക്വാളിറ്റി സാധനമാണ്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് കടയിൽ നിന്നാണ് ഇത് മേടിച്ചത്. അതുകൊണ്ട് ഇതിനധികം റേറ്റ് ആയില്ല. പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്കൊക്കെ വേണ്ടി വെച്ചതാണ്. നമ്മളന്ന് വാടകയ്ക്ക് ഒരു വീട് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ അച്ഛൻ പറഞ്ഞു നമുക്ക് 1 മിനിറ്റ് താക്കോല് അതിനകത്ത് കിട്ടോ. ഹോം ടൂർ ഒക്കെ നിർത്തി വെക്കേണ്ടി വന്നേനെ. കാരണം എന്തേ ചെറുക്കനാണ് താക്കോലും കൊണ്ട് പോയി ആ കിണറ്റിനകത്തോട്ട് ആ ഹോളിൽ കൂടെ ഇടാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓടിച്ച് നിർത്തി. എന്നെ പറ്റി ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ താക്കോലിട്ടേനെ. അതുകൊണ്ട് നമ്മൾ ഹോം ടൂർ ഒക്കെ നിർത്തി വെക്കേണ്ടി വന്നു. അപ്പൊ നമുക്ക് ഇനി വീടിനകത്തേക്ക് കയറാം. ഇത് നമ്മൾ നേരത്തെ വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു. ഇപ്പം ആൾക്കാർ പോയി, അവർ വീടൊക്കെ വെച്ച് പോയി. ഇപ്പൊ അടുത്ത ആള് വാടകയ്ക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. നമുക്ക് ഏകദേശം ഒരു മൊത്തം ബഡ്ജറ്റ് ഒരു 3 ലക്ഷം 3.5 ലക്ഷം. നമ്മുടെ ചെലവ് എല്ലാം കൂടെ കൂട്ടി ഒരു 3-3.5 ലക്ഷം രൂപ ആയതേ ഉള്ളൂ ഇതിന് മൊത്തം ബഡ്ജറ്റ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾ ആരെങ്കിലും വീടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഇതെല്ലാം നമ്മൾ ഇതിലിട്ടേക്കാം. നല്ല തണുപ്പാണ് കിട്ടുന്നത്. ഭയങ്കര തണുപ്പാണ്. നമ്മൾ കയറി വരുന്ന റൂം ഇവിടെയാണ്. കട്ടില് നമ്മൾ ഇട്ടിരുന്നത്. ഇവിടെ ബെഡ്റൂം നമ്മൾ ഇതാണ്. ഇതൊരു റൂം. ഇതിനപ്പുറത്തൊരു റൂമുണ്ട്. അത് നമുക്ക് ഡോർ തുറന്ന് കാണാം. നമ്മളിവിടെ ഒരു പൂജാമുറിയായിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ടണൊക്കെ ചെയ്ത്, ഈ കട്ടണൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വാടകക്കാർ പോയത് കൊണ്ട് അത് മാറ്റിയതാണ്. കട്ടണിട്ട് ഇവിടെ നമ്മൾ വിളക്ക് വെച്ച് പൂജിച്ചിട്ടിരുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു തട്ടടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് സാധനമൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സാധനം വെക്കാം കേട്ടോ. നമ്മൾ എന്നാ വെച്ചാൽ നല്ലപോലെ സ്പേസ് ഉണ്ട് ഇവിടെ. നമ്മൾ ഈ എയർ ഹോൾ എല്ലാം അടച്ചിട്ടുണ്ട്. അല്ല, ഇതിനകത്തൊക്കെ പ്രാണികൾ കയറും രാത്രി ആകുമ്പോൾ. ഇത് ഈ ഏലത്തോട്ടം ഒക്കെ ആയതുകൊണ്ട്, ഏലം ഒക്കെ ആയതുകൊണ്ട് പ്രാണികൾ രാത്രി കയറുന്നതുകൊണ്ട് സൈഡുകളെല്ലാം അടച്ചേക്കുവാ. ഷീറ്റ് നല്ലപോലെ കുരങ്ങിന്റെ ശല്യമുണ്ട്. ഭയങ്കര കുരങ്ങ് എപ്പോഴും ഇവിടെ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഭയങ്കര ശല്യമാണ്. നമ്മളിവിടെ മുകളിൽ ഷീറ്റിലൊക്കെ കയറും. ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് നമ്മള് ചെറിയ ഹോള് പോലും നമ്മൾ മൊത്തത്തിൽ അടച്ചിട്ടുണ്ട്. എയർ ഹോൾ അടച്ചതാണ് നിലവിൽ ഇത് ഈ കാണുന്നത്. ഈ റൂമിൽ നമ്മൾ ട്യൂബാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നല്ല സ്പേസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് സാധനമൊക്കെ വെക്കാനും, അച്ചാച്ചിയുടെ ആളിലെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടും മറ്റു തുണിയൊക്കെ വെക്കാനായിട്ടും നല്ല സ്പേസ് ഉണ്ട്. ഇതിന്റെ താഴെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് മുകളിലായിട്ട് അതിന്റെ ടാപ്പും മറ്റു സംവിധാനങ്ങളും വെള്ളം വെളിയിലോട്ട് പോകാനുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ വീട്ടിലൊരെണ്ണം പുതിയത് മേടിച്ചതുകൊണ്ട് ഇതിന് നല്ല കനമാണ്. IFBയുടെ ആയതുകൊണ്ട്
നമ്മൾ ഇത് ഇവിടെ വെച്ചു. ഇവിടുന്ന് മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകാനും ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചു. വീട്ടിലൊരെണ്ണം ഉള്ളതുകൊണ്ട് ഇത് വാടകക്കാരും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വാഷ് ബേസിൻ ഇവിടെ തന്നെ നമ്മൾ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഇവിടെ തന്നെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂം നമ്മൾ തിരിച്ചിരിക്കുന്നത് ആസ്പെറ്റോസിന്റെ പ്ലെയിൻ ഷീറ്റ് വെച്ചാണ്. പ്ലെയിൻ ഷീറ്റ് വെച്ച് തിരിച്ചിട്ട് നമ്മളത് പെയിന്റ് ചെയ്തെടുത്തേക്ക് വേണം. അതുകൊണ്ട് മറ്റു വൃത്തികളൊന്നുമില്ല. നമ്മള് അതായത് പ്ലൈവുഡ് വെച്ച് തിരിക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കും. ഇച്ചിരൂടെ വൃത്തിയുണ്ട്, മറ്റു പ്രശ്നങ്ങളുമില്ല, ചെലവും കുറവാണ്. അത് മറ്റൊരു കാര്യം. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം തുറന്നു കഴിഞ്ഞാൽ ഒരു വീട് കിട്ടണം. ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഇടാൻ ഇവിടെ വാടകക്കാർ പോയതുകൊണ്ടാണ് തൂമ്പാക്കി ഇരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ കയറുന്നില്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറിക്കണം. ഇതും ഷീറ്റ് കൊണ്ട് തന്നെയാണ്. ഇതും നമ്മൾ ഷീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മള് ഷവർ വിത്ത് ഷവർ വെള്ളമൊക്കെ വരുന്നതാണ്. എല്ലാം സെറ്റഡാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റേറ്റ് കുറവായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മള് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഷവറാണ്. ബാത്റൂം എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സോപ്പ് വെക്കാനുള്ള സൗകര്യം, എക്സോസ്റ്റ് ഫാനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ട്യൂബ് ഇടാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ബൾബാണ്, ഉണ്ട ബൾബാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഇവിടെ നമ്മള് ചെറിയ ഷീറ്റ് ഉണ്ട്, വൈറ്റ് ഷീറ്റ് വെച്ച് ഇവിടെ മറച്ചിരിക്കുകയാണ്. അത് പ്ലാസ്റ്റിക്കിന്റെ തന്നെയാണ്. അത് ആസ്പെറ്റോസ് അല്ല, പ്ലാസ്റ്റിക്കിന്റെ. അത് നല്ല വൃത്തിയാണ്. നമ്മൾ അധികം പ്രസ് ചെയ്യുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ അങ്ങനെ നിന്നോളും. പിന്നെ ഇവിടെ നമ്മൾ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാല് തേക്കാനായിട്ട് ഇവിടെ കല്ലിട്ടിട്ടുണ്ട്. കല്ലെന്ന് പറഞ്ഞാൽ അത് കട്ടയാണ്, സിമെന്റ് കട്ടയാണ്, ഹോളോ ബ്രിക്സ് ആണ്. പിന്നെ ടൈലും നമ്മുടെ സൗകര്യക്കുറവൊക്കെ കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈൽ ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഫുള്ള് ടൈൽ ഇട്ടിട്ടുണ്ട്. കൊച്ചിന് ഫോട്ടോ എടുത്ത് കയറിക്കും. ഇത് കണ്ടോ, കാട്ടും. പിന്നെ ടൈല് താണ്ട് ഇതുപോലെ നല്ല ഗ്രിപ്പുള്ള ടൈല. ഇത് എനിക്ക് ഇഷ്ടമായിട്ട്. ഇത് കണ്ടോ, നല്ല ടൈലാണേ. അങ്ങനെ ഇതാണ് നമ്മുടെ ബാത്റൂമിന്റെ മൊത്തം ഔട്ട്ലുക്ക്. ടൈലെല്ലാം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എല്ലാം ടൈലൊക്കെ ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി കുറവൊന്നുമില്ല. എല്ലാം നമ്മുടെ സമ്പാദ്യത്തിന് ഒതുങ്ങുന്ന രീതി, ചെറിയ തോതിലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും എല്ലാം വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പൂജാറൂം. പിന്നെ ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ടി വി സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്വിച്ച് ബോർഡും അല്ലേ. മുകളില് ഫാനുണ്ട്. കഥ കടിച്ച സൗണ്ട്. ഫാനുണ്ട്. ഫാനിടേണ്ട ആവശ്യമില്ല. ഇവിടെ എപ്പോഴും നല്ല തണുപ്പാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ വന്ന് കയറിയപ്പോ ഇപ്പൊ മുകളിലൊക്കെ നല്ല ചൂടാണ്. പക്ഷെ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ തൊട്ട് ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടെങ്കിൽ പോലും നല്ല തണുപ്പാണ് ഇവിടെ. ഈ മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫാനിടേണ്ട ഒരു ആവശ്യം വരുന്നേ ഇല്ല. പിന്നെ കൊതുകിന് വേണേ ഫാനിടാം. കൊതുകിനല്ല, നമ്മളെ കൊതുക് അടിക്കാതിരിക്കാൻ നമുക്ക് വേണം ഫാനിടാം. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെയാണ് ഒരു ടേബിൾ ഇട്ടിരുന്നത്. നമ്മൾ ആസ്പെറ്റോസിന്റെ ഷീറ്റ് വെച്ചാണ് റൂം തിരിച്ചിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കഥകള് നമ്മള് പ്ലൈവുഡിന്റെ കഥകളാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് കഥകിന്റെ കാര്യം പറഞ്ഞില്ല. ഫ്രണ്ട് കഥകിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇത് നമ്മള് പൈപ്പ് അടിച്ചിട്ട് പൈപ്പ് വെച്ച് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ ഷീറ്റ്, തകിടിന്റെ ഷീറ്റ് മേടിച്ച് വെൽഡ് ചെയ്ത് എടുക്കുമായിരുന്നു. ബാക്കി നമ്മൾ പെയിന്റ് മേടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. നല്ല കട്ടിയുള്ളതാണ്, സ്ട്രോങ് കഥയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ബാത്റൂമിന്റെ ഡോർ നമ്മൾ സാധാ ഡോറാണ് വെച്ചിരിക്കുന്നത്. നമ്മള് ടോയ്ലറ്റിലൊക്കെ വെക്കുന്ന സൈസ് സാധാ ഡോർ. റൂമിൽ തന്നെ കൊണ്ടിറങ്ങുന്നുണ്ട്. അത് അറിയത്തില്ല, അവിടെ അങ്ങനെ സംഭവം ഉള്ളതായിട്ട് അറിയത്തില്ല. ഡോറാണ്. ഇതുണ്ട് റൂമിൽ നിന്ന് തന്നെ ആകുമ്പോഴത്തേക്ക് അത് പക്ഷെ ശ്രദ്ധിക്കത്തുമില്ല, അറിയത്തില്ല. അങ്ങനെ ഒരു ബാത്റൂം ഉള്ള കാര്യം പോലും അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടോ, കപ്പലിട്ടേക്കുന്ന പോലെ അതങ്ങ് കിടന്നോളൂ. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമാണ്. ഇവിടെ ഇങ്ങനെ ഇത് നമ്മൾ ഈ കഥ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വെച്ചാണ് കഥ ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിന്റെ ഒറ്റ പീസ് പ്ലൈവുഡ് ഒരു കഥ ഇവിടെ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ അടുക്കളയിലോട്ടാണ് കയറാൻ പോകുന്നത്. അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഷ് ബേസിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ
മേളിൽ നമ്മൾ ടൈൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഒരു തട്ട് പോലെ ചെയ്തിട്ട് ഇവിടെ വാഷ് ബേസിന് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം ഉണ്ട്, ടാങ്ക് മേളിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളമെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ടൈല് സാധാ രീതിയിൽ ഇടുന്നത് മാർബിളാണ് ഇടുന്നത്. ഇതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞിരിക്കും. മാർബിളാണെങ്കിൽ ഒറ്റ പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതാണെങ്കിൽ നമ്മൾ പീസ് മുറിക്കണമെന്നേ ഉള്ളൂ. ആ ഗ്യാപ്പൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ നല്ല വൃത്തിയായിട്ട് മാർബിൾ കിടക്കുന്ന പോലെ തന്നെ കിടന്നോളും. നമ്മളധികം വെയിറ്റ് ഒന്നും ഇവിടെ കയറ്റുന്നില്ല. സ്റ്റൗവ് മറ്റേ അടുപ്പില്ല, അതുകൊണ്ട് സ്റ്റൗ മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു തട്ടായിട്ട് തന്നെ നമ്മളിവിടെ ഇങ്ങനെ ചെയ്ത് നമ്മളിവിടെ സ്റ്റൗ വെക്കുന്നു. ഇതിന്റെ അടിയിലോട്ട് നമുക്ക് ഇത്ര ഭാഗത്ത് പാത്രങ്ങളും, അതായത് കലം അങ്ങനെയുള്ള പോലത്തെ പാത്രങ്ങൾ, ഗ്യാസ് കുറ്റി എല്ലാം വെക്കാനായിട്ട് ഇവിടെ സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇത് നോക്കിയാൽ കാണാം. ഇത് നമ്മൾ ഇങ്ങനെ മൂടിയിട്ടേക്കുന്നുള്ളൂ. നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിന്റെ മുകൾവശത്തും നമ്മൾ അപ്പുറത്തെ റൂമിൽ ചെയ്ത പോലെ തന്നെ തട്ടടിച്ചിട്ടുണ്ട്. അത് തട്ടടിച്ചിരിക്കുന്ന അത് പാത്രം വെക്കാനായതുകൊണ്ട് നമ്മൾ ചുമ്മാ പ്ലെയിൻ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇത് ആളില്ലാത്തതുകൊണ്ടാണ് മൂടിയിട്ടേക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ കട്ടൻ ഇട്ടാൽ മതി. അവിടെ മണ്ടവശം കട്ടൻ ഇട്ടേക്കുമായിരുന്നു നേരത്തെ. ഇങ്ങനെയല്ല കേട്ടോ, ഇത് ഇച്ചിരി വേറൊരു കട്ടനാണ് നമ്മൾ ഇട്ടിരുന്നത്. ഇവിടെ ഇങ്ങനെ വന്ന് അവിടെ എല്ലാം മണ്ടയിലൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള അത്യാവശ്യം നല്ല ഇടയുണ്ട്. നമ്മൾ പാത്രം വെക്കാൻ വേറെ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മേലോട്ട് പോയപ്പോഴത്തേനും അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു. ഇവിടെ പിന്നെ നമ്മൾ പ്ലൈവുഡിന്റെ ചെറിയ കനം കുറഞ്ഞ പീസ് വെച്ച് നമ്മളൊരു ഫ്രെയിം പോലെ അടിച്ച് ചെറിയ നമുക്ക് കടുക്, പഞ്ചസാര, കാപ്പിപ്പൊടി എല്ലാം വെക്കാനായിട്ട് ഒരു തട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ജനലിന്റെ നമ്മൾ ഇതിന്റെ ഫ്രെയിം അടിച്ചിട്ട് ക്രോസ് ഫ്രെയിം അടിച്ചിട്ട്, വലിയ ഇതൊന്നും ഇല്ല, ക്രോസ് ഫ്രെയിം അടിച്ചിട്ട് തടി വെച്ചൊരു ഫ്രെയിം ഉണ്ടാക്കി പാളി ഉണ്ടാക്കി ഗ്ലാസ് ഇട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഫ്രണ്ട് കട്ടർ ഉണ്ടായിരുന്നു. അത് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും അഴിച്ചു മാറ്റിയതാണ്. ഇതിപ്പം ഡോർ ക്ലോസ്ഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കത്തില്ല, കയറ് വെച്ച് കെട്ടി വെച്ചിരിക്കുക. അത് കുരങ്ങിന്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് തുറക്കാതിരിക്കാനായിട്ട് നമ്മൾ കെട്ടി വെച്ചിരിക്കും. ലോക്കുണ്ട് എങ്കിൽ പോലും ഇത് ഇടയ്ക്ക് കാറ്റടിക്കുമ്പോഴത്തേനും ഇളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ELCB സെറ്റ് ചെയ്തിട്ടുണ്ട്. ELCBയുടെ കണക്ഷൻ എടുക്കാൻ നമുക്കിപ്പോൾ നിലവിൽ പണിയുന്ന ബിൽഡിങ്ങിനൊന്നും നമുക്ക് പെർമിറ്റ് KSEB ബോർഡിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ELCB വെച്ച്, അത് തന്നെയല്ല നമുക്ക് എപ്പോഴും സേഫ്റ്റി ELCB ആണ്. മറ്റേ ഷീറ്റ് നമ്മൾ ഫ്രെയിം അടിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് മറ്റ് കറണ്ട് കണക്ഷൻ ബ്രേക്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് കണക്ഷൻ ബ്രേക്കിംഗ് ആകുന്നുണ്ടെങ്കിൽ ഇതുവഴി കറണ്ട് കയറി വന്നാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ടോപ്പ് പൈപ്പ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രെയിം ചെയ്തിരിക്കുന്നത് സാധാ പൈപ്പ് മേടിച്ച് ഫ്രെയിം അടിച്ചിട്ടാണ് നമ്മൾ ബാക്കി ഷീറ്റുകളെല്ലാം ഷീറ്റ് വെച്ച് സൈഡ് മറിച്ച് ടോപ്പ് മറിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ സൈഡിൽ ഒരു തോടും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് വെച്ചതാ ചെറുതായിട്ടല്ലേ. അന്ന് വെച്ച അപ്പം വാടകയ്ക്ക് മാറുന്നതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. അങ്ങനെ പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലേ? വന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൊരു പെരയാന്ന് പറഞ്ഞാൽ നല്ല സത്യം പറഞ്ഞ ഒരു അത്യാവശ്യം ഒരു നല്ല വീടിന് ഒരു 7,000 രൂപ 8,000 രൂപ ഇവിടെ കട്ടപ്പന സിറ്റിയോട് അടുത്തായതുകൊണ്ട് 7,000-8,000 രൂപ വാടക, ഒരു 10-25 രൂപ ഏറ്റവും കുറഞ്ഞ സെക്യൂരിറ്റി ആവും. നമ്മൾ അന്വേഷിച്ചപ്പോ അങ്ങനെ അന്നല്ലേ നമ്മള് കുറെ വീട് തപ്പി കഴിഞ്ഞപ്പോ ഇങ്ങനെ റേറ്റ് വ്യത്യാസം. അപ്പൊ നമ്മള് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതായാലും നമുക്ക് ഇതിനകത്ത് നഷ്ടമൊന്നുമില്ല. നമുക്ക് ചേച്ചി പോയി കഴിഞ്ഞാണെങ്കിൽ പോലും നമ്മൾ ഈ വാടക ഇനത്തിൽ നമുക്ക് അതിൽ കൂടുതൽ പൈസ നമുക്ക് കിട്ടി. സിറ്റിയോട് അടുത്തായതുകൊണ്ട് നമുക്ക് ഒരു 10,000-3,500 രൂപ 4,000 രൂപയ്ക്ക് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ പുറകു വശം തോടാണ്. ഇനി നമുക്ക് തോട് കാണാനൂടെ പോയിട്ട് വരാം. അപ്പൊ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി നമ്മള് ഇതിവിടെ ഇറങ്ങാനാണോ ഏട്ടേ? അതിൽ ഇറങ്ങാനോ? നമ്മളിനി നേരെ തോട്ടിലേക്ക് പോവാം. ഇറക്കണം കേട്ടോ സുമ്പുടുവിനെ, കാരണം ഇതുണ്ട് നല്ലതാണ്. അപ്പം പുറകെ കൂടി ഇങ്ങനെ സൈഡിലോട്ട് പോകുമ്പോ ഇവിടെ ഒരു കുഞ്ഞ് നമ്മുടെ അലക്കുകല്ലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു അലക്കുകല്ലും അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പും ഉണ്ട് തൊട്ട് പുറകില്.
ഇതുണ്ട്. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തോട്ടിലാണല്ലോ ഇറങ്ങി തുണി അലക്കാൻ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. അവിടെ തുണി അലക്കാൻ പാകത്തിന് അവിടെ നമുക്ക് ഇറങ്ങി നിന്ന് അലക്കാൻ പാകത്തിന് അവിടെ ഒരു കല്ലും കിടപ്പുണ്ട്. അതെ, അതുകൊണ്ട് പണ്ട് നമ്മൾ വന്ന് ഓർക്കുന്നുണ്ട് കേട്ടോ. പണ്ട് നമ്മളിവിടെ വന്ന നമ്മളിവിടെ വന്ന് ഇറങ്ങി നിന്ന് അലക്കിയതാണ്. പണ്ട് ഞങ്ങൾ ഇവിടെ മണൽ പോരാനായിട്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ചാക്കിൻ്റെ അകത്ത് മണൽ നിറച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ക്രോസ് വെച്ചിട്ട് ഇവിടെ മണൽ ഇങ്ങോട്ട് കോരിയെടുക്കും. അപ്പം നല്ലപോലെ വെള്ളം നല്ലപോലെ കുഴിയായി കഴിയുമ്പോഴത്തേനും നല്ലപോലെ വെള്ളം വന്ന് നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നല്ല രസമാണ് നമുക്ക് ചാടാനും ഒക്കെ ആയിട്ട്. അധികം വെള്ളമില്ല എങ്കിൽ പോലും നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴത്തേനും അങ്ങനെ ചെയ്യുമായിരുന്നു. ഇറങ്ങാൻ പോണോ? മുൻചേച്ചി പോകുന്നുണ്ടോടാ? അതും പറിച്ച് താഴെ വരണം കേട്ടോ. ഇറങ്ങണോ? ഇവിടുത്തെ കയറ്റിയിട്ട് ചാട്ട ഇറങ്ങി വരുന്നുണ്ടോ? എന്നാ പേടിയാണ് വേണ്ട. അപ്പ അടിക്കോളാം. നീ അവിടെ എന്താണ് നിന്നെ ഇറക്കുന്നില്ല? പിന്നെ നീ മാസം പോ. നീ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടോ? വെള്ളത്തിൽ ഇറങ്ങണോ? അപ്പാ അടിക്കൂ. കുഞ്ഞിനെ വെള്ളത്തിലോട്ട് ഇടാൻ പോവാ കേട്ടോ. വേണ്ട കേട്ടോ, തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഈ ചെറുക്കന് ഭയങ്കര ജലദോഷമാണ്, അതുകൊണ്ട് ഇവരെ പെട്ടെന്ന് കയറ്റിക്കൊണ്ട് കാലം എന്നാ പറ്റി പിന്നെ? നമുക്ക് ഒരു കരിക്ക് ഇട്ടാലോ? കരിക്കുണ്ടോ? ഒരു കരിക്ക് നമുക്ക് ഇടാമല്ലോ. എന്നാ തോട്ടിയുണ്ടോ? തോട്ടിയുണ്ട്, തോട്ടി വെച്ചിടാം. ആ ഇത്തലല്ലേ കയറാം. സുംബു എങ്കിൽ നമുക്കൊരു കരിക്കിടാം. എന്നെടുക്കുമ്പോ തോട്ടിയാണോ? ഞാൻ മാറിക്കാം. പോയിരിക്കും തോട്ടിപ്പോ അങ്ങ് താഴെ പോയി എടുത്തോണ്ട് വരണം. എന്തായാലും നമുക്ക് ഇട്ട് ഓ മൈ ഗോഡ്, ഒരെണ്ണം ഇട്ടിരിക്കുന്നു. കരിക്ക് തന്നെയാ. നമുക്കിനി ഇത് വെട്ടിക്കുടിക്കാം. ഇനി നമുക്ക് കരിക്ക് വെട്ടാൻ പോകും. നമ്മൾ വീട്ടിൽ പോയി കരിക്ക് വെട്ടാം. ഇവിടെ നമുക്ക് വാക്കത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറിപ്പോൾ ഇനി നമ്മൾ കയറിപ്പോയി കരിക്ക് വെട്ടിയിട്ട് കരിക്കൊക്കെ വെട്ടി കുടിച്ച് ചോറൊക്കെ ഉണ്ടായി. ഇനി കുഞ്ഞത്തിനെ വിളിക്കാറായി. കുഞ്ഞത്തിന് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹോം ടൂർ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്കും തോന്നി ഒരു ഹോം ടൂർ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീട് നിങ്ങളെ കാണിക്കാൻ തീരുമാനിച്ചത്. അപ്പം വലിയ വീട് ചെറിയ വീടോ ഒന്നൊന്നുമില്ല. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പോൾ വലിയ വീടൊക്കെ വെച്ചിട്ട് നമുക്ക് ഐശ്വര്യ ഇതൊന്നും ഇല്ല, നമുക്കൊരു സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിലൊന്നും ഒറ്റയ്ക്ക് ആ വീട്ടിൽ സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ലെങ്കിലോ? അപ്പം നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീടാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അത് വലുതോ ചെറുതോ ഒന്നൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നത്. നമുക്ക് ഈ വീടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐശ്വര്യമുള്ള വീടാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് കാണിച്ചത്. ഇവിടുന്ന് കയറ്റം കയറി വന്നിട്ട് അണച്ചിട്ട് പോയി. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.